ടീച്ചറെ, കല്യാണി എങ്ങോട്ടാ പോയെന്ന് മെസ്സേജ് വന്നിരിക്കുന്നു. എന്റെ ഫോണിലേക്ക് മെസ്സേജ് വന്നു. ഹരിയുടെ ഫോണിലേക്ക് ഏത് നമ്പറിൽ നിന്നാ വന്നേ? സുജാതന്റെ നമ്പർ. നിങ്ങൾ രണ്ടുപേരും ഈ കല്യാണത്തിന് സമ്മതിച്ചില്ലെങ്കിൽ അവരിനി തിരിച്ചു വരില്ല എന്ന്. അമ്മയോട് ഞാൻ എത്ര തവണ പറഞ്ഞു പിള്ളേര് കേക്ക് ആവശ്യമില്ലാത്ത ആലോചനകൾ നടത്തണ്ട എന്ന്. കേട്ടോ? അപ്പൊ എല്ലാവർക്കും തിരക്കായിരുന്നില്ലേ? ഇനി എന്റെ മോനെ ഞാൻ എവിടെ പോയാ തിരക്കേണ്ടത്? ടീച്ചർ വിഷമിക്കാതെ. അവര് ദൂരേക്കൊന്നും പോവാൻ സാധ്യതയില്ല. നമുക്ക് കണ്ടുപിടിക്കാം. സർ, കുഴന്തകൾ സർ. സമയം ഏറെ അയച്ച് അവരെങ്ക പോകും സർ? ഹരി, നോക്കി നിന്നിട്ട് കാര്യമില്ല. എവിടെയെങ്കിലും പോയി അന്വേഷിക്കാൻ നോക്ക്. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, പോലീസിനെ വിളിച്ച് പറയാം. ആമ സർ. ഇപ്പോഴത്തെ പിള്ളേരെ കാണിച്ചു കൂട്ടുന്ന ഓരോ വാർത്തകൾ നമ്മൾ കേൾക്കുന്നതല്ലേ മോനെ? ദുരിതങ്ങൾക്കൊന്നും മതിയായില്ല. എല്ലാ ഭാഗത്തുനിന്നും പരീക്ഷിക്കുകയാണല്ലോ ഞങ്ങള്. ടീച്ചറെ, ടീച്ചർ വാ, നമുക്ക് അവരെ കണ്ടുപിടിക്കാം. വാ വാ, പെട്ടെന്ന് കേറ. ആദിമോൻ ഒന്നും വരില്ല മോള്. ഈശ്വരൻ ഒന്നും വരത്തില്ല. ഈശ്വര, കാത്തോള ദൈവമേ. ഹലോ അമ്മേ. ഹലോ, എന്തായി? കുട്ടികളെ കണ്ടോ? അമ്മേ, ആദ്യം ഒരു ആക്സിഡന്റ് പറ്റി. ജ്യോതി, എന്താ അമ്മേ? എന്തു പറ്റി? എന്താ പ്രശ്നം? ആദിമോന് ഒരു ആക്സിഡന്റ്. അയ്യോ, സിറ്റി ഹോസ്പിറ്റലിലാണ് അമ്മ. അയ്യോ അമ്മ, ആദിക്ക് എന്തു പറ്റി? അത് ഒന്നുമില്ല, ഇപ്പൊ സിറ്റി ഹോസ്പിറ്റലിലാ. അമ്മ, ആദിക്ക് എന്തെങ്കിലും പറ്റുമോ? ഇല്ല, നമുക്ക് പോവാം. വേഗം പോവാം. വാ മോളെ, പോവാ. മധുര നൊമ്പരക്കാറ്റ്